നമസ്കാരം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ രേഖകൾ കേന്ദ്ര ഏജൻസികൾ കൈക്കലാക്കുമോ എന്ന ആശങ്കയിൽ CPM. ശബരിമലയിലെ പ്രതിസന്ധി കണക്കിലെടുത്ത് കെ ജയകുമാറിനെയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അധ്യക്ഷനാക്കുന്നത്. കേരളത്തിലെ BJP നേതാക്കളുമായി ജയകുമാറിന് ബന്ധമുണ്ടെന്ന് കരുതുന്ന CPMകാരുണ്ട്. ഈ സാഹചര്യത്തിൽ ദേവസ്വത്തിലെ രേഖകൾ പുറത്തു പോകുന്നില്ലെന്ന് ഉറപ്പിക്കാൻ CPM പ്രത്യേക സംവിധാനം ഒരുക്കും. ഈ സാഹചര്യത്തെ കരുതലോടെ കാണാൻ CPM അനുകൂല സംഘടനാ നേതാക്കൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കെ ജയകുമാർ ചതിക്കില്ലെന്ന പ്രതീക്ഷയിലാണ് ദേവസ്വം പ്രസിഡന്റ് പദം നൽകുന്ന ഹൈ റിസ്ക് CPM എടുക്കുന്നത്. ശബരിമലയിൽ കേന്ദ്ര ഇടപെടൽ അനിവാര്യമാണ് എന്ന നിലയ്ക്ക് ഒപ്പുശേഖരണം നടത്തണമെന്നാണ് BJP സംസ്ഥാന കമ്മിറ്റി നിർദ്ദേശിച്ചിരിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പാണ് തൊട്ടു മുന്നിലുള്ള ലക്ഷ്യമെങ്കിലും ശബരിമല ക്ഷേത്ര ഭരണം സംബന്ധിച്ച് വരാൻ പോകുന്ന കേന്ദ്ര നിയമം നിർണായകമാകും. ശബരിമലയിൽ കേന്ദ്ര ഇടപെടൽ ഉണ്ടാകുമെന്നും വിശ്വാസ സംരക്ഷണം ഉറപ്പിക്കുമെന്നും പ്രധാനമന്ത്രി മോദി വാക്ക് നൽകിയിരുന്നു. ഇതിനൊപ്പം ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ അന്വേഷണത്തിനും കേന്ദ്ര ഏജൻസി വരുമെന്നാണ് സൂചന. ക്ഷേത്രങ്ങളുടെ പരിപാലനം, സ്വത്ത് സംരക്ഷണം എന്നിവ ഉൾപ്പെടുത്തി പുതിയ നിയമം ആലോചനയിലുണ്ട്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും ഇതിന് പിന്നിലുണ്ട്. ശബരിമല അടക്കമുള്ള ക്ഷേത്രങ്ങളുടെ ഭരണത്തിനായി കേന്ദ്ര സർക്കാരിന് കൂടി പ്രാധാന്യമുള്ള ട്രസ്റ്റുകൾ വരും. അയോധ്യ മാതൃകയിലുള്ള ട്രസ്റ്റ് ആകാനാണ് സാധ്യത. കേന്ദ്ര സുരക്ഷയും ഉറപ്പുവരുത്തും. ജയകുമാറിനെ BJP കയ്യിലെടുക്കുമെന്ന് കരുതുന്ന CPMകാർ ഏറെയാണ്. കേന്ദ്ര സാഹിത്യ അക്കാദമി ചെയർമാൻ സ്ഥാനം ജയകുമാറിന് ഓഫർ ചെയ്ത് രേഖകളെല്ലാം കൊണ്ടുപോകുമെന്നാണ് ആശങ്ക. ദേവസ്വം ബോർഡിലുള്ളവരിലേക്ക് അന്വേഷണം കടന്നതും കേന്ദ്ര അന്വേഷണ ഏജൻസികൾ കൂടി ഇതിലേക്ക് എത്തുമെന്ന സംശയം CPMനുണ്ട്. ഇതുവരെ സർക്കാരിനെയോ CPMനെയോ ബാധിക്കാത്ത വിധം മാറ്റി നിർത്താനുള്ള ശ്രമമാണ് നേതാക്കൾ നടത്തിയത്. N വാസു അറസ്റ്റിലായതും പത്മകുമാർ പ്രതിസ്ഥാനത്തുള്ളതും CPMനെ അലോസരപ്പെടുത്തുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അന്വേഷണം നടത്താൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തയ്യാറെടുപ്പുകൾ തുടങ്ങിയിട്ടുണ്ട്. കേസിൽ കള്ളപ്പണ ഇടപാട് കണ്ടെത്തിയെന്ന് ED ഹൈക്കോടതിയെ അറിയിച്ചു. പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ കള്ളപ്പണ ഇടപാട് ബോധ്യപ്പെട്ടെന്ന് വ്യക്തമാക്കിയ ED കേസിലെ FIRകളുടെ പകർപ്പ് ആവശ്യപ്പെട്ടു. കേസിലെ 2 FIRകളും കൈമാറണമെന്നാണ് ആവശ്യം. ധനമന്ത്രാലയത്തിന് കീഴിലാണ് ED. എന്നാൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇക്കാര്യത്തിൽ പ്രത്യേക താൽപര്യം എടുത്തിട്ടുണ്ട്. കേസുമായി ബന്ധപ്പെട്ട നേരത്തെ റാന്നി മജിസ്ട്രേറ്റ് കോടതിയിൽ FIR പകർപ്പ് ആവശ്യപ്പെട്ട് ED അപേക്ഷ നൽകിയിരുന്നു. എന്നാൽ കോടതി അപേക്ഷ തള്ളുകയായിരുന്നു. നിലവിൽ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ പ്രത്യേക അന്വേഷണ സംഘം കേസ് അന്വേഷിക്കുന്നുണ്ടെന്നാണ് കോടതി വ്യക്തമാക്കിയത്. അതുകൊണ്ട് തന്നെ സമാന്തരമായി മറ്റൊരു ഏജൻസി അന്വേഷണം നടത്തേണ്ടതില്ലെന്നും FIR പകർപ്പ് കൈമാറാനാവില്ലെന്നുമായിരുന്നു കോടതി വ്യക്തമാക്കിയത്. അതിനെതിരെയാണ് ED ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഇത് നിർണായകമാണ്. EDയിലേക്ക് അന്വേഷണം എത്തിയാൽ കെ ജയകുമാറിന്റെ നിലപാട് ഇനി നിർണായകമാകും. PS പ്രശാന്തിന്റെ കാലത്ത് ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ട് പോലും ചില രേഖകൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് നൽകിയില്ല. ഇതോടെ ഇവർ റെയ്ഡ് നടത്തി പിടിച്ചെടുത്തു. ഈ സാഹചര്യത്തിൽ ജയകുമാറിന്റെ നിലപാടുകൾ ഏറെ നിർണായകമാണ്. കേസിലെ പ്രതികൾക്കെതിരെ PMLA കുറ്റം നിലനിൽക്കുമെന്ന വാദമാണ് ED മുന്നോട്ട് വെക്കുന്നത്. അടുത്ത ദിവസങ്ങളിൽ ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിൽ വരും. നിലവിൽ പ്രത്യേക അന്വേഷണ സംഘം ഈ കേസിൽ അഴിമതി നിരോധന നിയമപ്രകാരമുള്ള കുറ്റം ചുമത്തിയിട്ടുണ്ട്. അതുവഴി EDക്ക് ഈ കേസിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുമെന്ന് കരുതുന്നു. പ്രത്യേക അന്വേഷണ സംഘത്തിലെ ചിലരും തങ്ങൾക്ക് എതിരാണെന്ന് CPM കരുതുന്നു. കേസിലെ കുറ്റകൃത്യങ്ങൾ കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരുന്ന ഷെഡ്യൂൾസ് കുറ്റകൃത്യങ്ങളാണെന്ന് EDയുടെ ഹർജിയിൽ പറയുന്നു. കള്ളപ്പണം വെളുപ്പിക്കലിൽ അന്വേഷണം നടത്താൻ നിയമപരമായി അധികാരമുള്ള ഏക ഏജൻസിയാണ് ED. PMLA നിയമപ്രകാരം അന്വേഷണം ആരംഭിക്കുന്നതിനും കുറ്റകൃത്യത്തിലൂടെ സമ്പാദിച്ച സ്വത്തുക്കൾ കണ്ടുകെട്ടുന്നതിനും FIRന്റെ പകർപ്പ് അനിവാര്യമാണ്. ED അന്വേഷണത്തിന്റെ നിയമസാധ്യത പരിശോധിക്കാനോ അതിൽ തീരുമാനമെടുക്കാനോ മജിസ്ട്രേറ്റ് കോടതിക്ക് അധികാരമില്ല. അതിനാൽ രേഖകൾ നൽകാൻ മജിസ്ട്രേറ്റ് കോടതിക്ക് നിർദ്ദേശം നൽകണമെന്നാണ് EDയുടെ ആവശ്യം. ശബരിമല സന്നിധാനത്തെ കൊള്ളയിൽ കേരളത്തെ പിടിച്ചുലയ്ക്കുന്ന തരത്തിലെ നീക്കങ്ങൾ ED നടത്തുമെന്നാണ് സൂചന.